പതഞ്ജലി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ നേരിട്ട് ഹാജരായ യോഗ ഗുരു ബാബ രാംദേവിനെയും ആചാര്യ ബാലകൃഷ്ണനെയും നിർത്തിപ്പരിച്ച് സുപ്രീം കോടതി. മാപ്പ് പറഞ്ഞ് ഇരുവരും ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കോടതി കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. നിരുപാധികം നേരിട്ട് മാപ്പ് പറയാൻ ബാബ രാംദേവിനെ അനുവദിക്കണമെന്ന അഭിഭാഷകന്റെ ആവശ്യം തള്ളിയ കോടതി നിർദ്ദേശങ്ങൾ അവഗണിച്ചതിന് ഇരുവരെയും ശാസിക്കുകയും അനന്തരഫലങ്ങൾ നേരിടാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പതഞ്ജലി സ്ഥാപകരായ രാംദേവും ആചാര്യ ബാലകൃഷ്ണയും കോടതിയലക്ഷ്യ കേസിൽ ചൊവ്വാഴ്ചയാണ് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായത്. കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്. ഔഷധ ചികിത്സകൾ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചതിന് പതഞ്ജലിക്ക് കോടതി നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് മറുപടി നൽകാത്തതിനാലാണ് നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതിയിലുണ്ടായിരുന്ന 1 മണിക്കൂറും ഇരുവരെയും ഒന്നും പറയാൻ ബെഞ്ച് അനുവദിച്ചില്ല. ഇരുവരും മാപ്പ് പറഞ്ഞുള്ള സത്യവാങ്മൂലവും ഫയൽ ചെയ്തിരുന്നു. രൂക്ഷ വിമർശനങ്ങളാണ് ഇരുവർക്കുമെതിരെ സുപ്രീം കോടതി ഉന്നയിച്ചത്. ഇരുവരും സത്യവാങ്മൂലത്തിലൂടെ മാപ്പ് പറഞ്ഞെങ്കിലും അത് ആത്മാർത്ഥമല്ലെന്ന് ജസ്റ്റിസുമാരായ ഹിമ കോലിയും അസ്ഹനുദ്ദീൻ അമാനുള്ളയും അടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഒരിടത്ത് നിരുപാധിക മാപ്പെന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് കോടതി ആവശ്യപ്പെടുന്ന മാപ്പെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സത്യവാങ്മൂലത്തിലെ ചില രേഖകളുടെ വിശ്വാസ്യതയും കോടതി ചോദ്യം ചെയ്തു. വ്യാജമായ കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉണ്ടെങ്കിൽ അതിന് കർശന നടപടി ഉണ്ടാവുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കോടതിയുടെ പരിഗണനയിൽ കേസ് ഉണ്ടായിരുന്നപ്പോഴും കോടതിയലക്ഷ്യ നടപടികൾ നടന്നെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് തൊട്ടടുത്ത ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കോടതിയലക്ഷ്യ നടപടി തുടർന്നു. ഇപ്പോൾ പറയുന്നത് പതഞ്ജലിയുടെ മാധ്യമ വിഭാഗമാണ് വാർത്താ സമ്മേളനത്തിന് ഉത്തരവാദികളെന്നാണ്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും കോടതി തുറന്നടിച്ചു. കേസ് അടുത്ത തവണ പരിഗണിക്കുമ്പോഴും നേരിട്ട് ഹാജരാവാൻ ബാബ രാംദേവിനോടും ആചാര്യ ബാലകൃഷ്ണയോടും കോടതി നിർദ്ദേശിച്ചു. ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പൗരന്മാർക്കിടയിൽ ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുക മാത്രമായിരുന്നു പതഞ്ജലിയുടെ ഉദ്ദേശമെന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ രാംദേവിന്റെ വാദം. ഫെബ്രുവരി 27-ന് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ പതഞ്ജലിയുടെ ഔഷധ ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുന്നത് സുപ്രീം കോടതി വിലക്കിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ഇല്ലാതെ ചില രോഗങ്ങൾ ഭേദമാക്കുമെന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ച് രാജ്യത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പതഞ്ജലി ചെയ്യുന്നതെന്ന് ബെഞ്ച് വ്യക്തമാക്കി. തുടർന്ന് കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചതിന് പതഞ്ജലിക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾക്ക് തുടക്കമിടുകയും ഇരുവർക്കും ഹാജരാവാൻ നോട്ടീസ് നൽകുകയുമായിരുന്നു. കേന്ദ്രത്തിനെതിരെയും രൂക്ഷ വിമർശനമാണ് കോടതി നടത്തിയത്. പതഞ്ജലിയുടെ വ്യാജ പരസ്യങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ എന്തു ചെയ്തെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതി ആരാഞ്ഞു. പതഞ്ജലിയുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്ത് പ്രവർത്തിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി. പതഞ്ജലി വ്യാജ അവകാശവാദങ്ങളുള്ള പരസ്യം നൽകുമ്പോൾ കേന്ദ്രം എന്തു ചെയ്യുകയാണെന്നും കോടതി ചോദിച്ചു. പതഞ്ജലിയുടെ പരസ്യങ്ങൾ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ലംഘിക്കുന്നുവെന്ന് കോടതി നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. പതഞ്ജലി ഉൽപ്പന്നങ്ങൾ രോഗങ്ങൾ ഭേദമാക്കുമെന്ന തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും കോടതി പറഞ്ഞിരുന്നു. നിയമവിരുദ്ധമായി പതഞ്ജലി പരസ്യം ചെയ്യുന്നത് തുടരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇനിയും കണ്ണടച്ചിരിക്കുകയാണോ എന്നും കോടതി ചോദിച്ചിരുന്നു. കോവിഡ് വാക്സിനേഷനും ആധുനിക വൈദ്യശാസ്ത്രത്തിനും എതിരെ രാംദേവും അദ്ദേഹത്തിന്റെ കമ്പനിയും അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് കോടതിയെ സമീപിച്ചത്.